നേരിടുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കൂടി സമരവേദിയിലേക്ക് എത്തുന്നു. വലിയ പ്രതിഷേധത്തിന് തലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നു. സ്വാഭാവികമായി യൂത്ത് കോൺഗ്രസ് തുടക്കമിട്ട പ്രതിഷേധത്തിന് പിന്നാലെ നാളെ KPCC ആഹ്വാനം ചെയ്ത പ്രതിഷേധം ഇതേ വേദിയിലേക്കുണ്ട്. അവിടേക്കാണ് ഇപ്പോൾ ഈ പ്രതിഷേധം സുധാകരൻ കൂടി ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിനെ നമുക്ക് ആ കാര്യം തീരുമാനം മണിക്കൂറായി ഞാൻ ഇവിടെ നമ്മളെ അല്പം ജിജു എന്ന് പറഞ്ഞ SI ഞാൻ അവനെ മാറ്റാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. നമ്മളെ ഉത്തരവാദിത്വം ഞാൻ വാക്കുകളി കൊടുക്കും. ഞാനല്ലോ നിയമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആദ്യം അതിനാ പരാതി കൊടുത്തത്. നിയമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ ജിജു എന്ന് പറയുന്ന പോലീസുകാരൻ മനഃപൂർവ്വം നോക്കി വെച്ചടിച്ചതാണ്. നീ അത് വെപ്രാളം കാണിക്കാതെ എല്ലാ സാധനം KPCC പ്രസിഡന്റ് എത്തി അനുനയിപ്പിച്ച് പരിക്കേറ്റ പ്രവർത്തകരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണ്. SIയെ മാറ്റാതെ ആശുപത്രിയിലേക്കില്ല എന്ന നിലപാടിൽ പ്രവർത്തകർ തുടരുന്നു. അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലേക്കില്ല എന്ന് പറയുമ്പോഴും അവരെ അനുനയിപ്പിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. KPCC അധ്യക്ഷൻ K സുധാകരൻ ഉൾപ്പെടെയുള്ളവരെത്തിയാണ് പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അബിൻ വർക്കിയെ ഇപ്പോൾ പ്രവർത്തകർ ആംബുലൻസിലേക്ക് മാറ്റുകയാണ്. പരിക്കേറ്റ് ഏതാണ്ട് 1 മണിക്കൂറോളം ആകുന്നു. അപ്പോഴാണ് അവർ പോകാൻ തയ്യാറാകുന്നത്. കഴിഞ്ഞ KPCC അധ്യക്ഷൻ മാധ്യമങ്ങളെ